35 gram sugar, 2 tablespoon yeast, 190 milk, 30 gram butter, salt, flour, nutmeg, eggs. പിന്നെ ഒരു ബോൾ എടുക്കുക, അതിനകത്തേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന മിൽക്ക് വാമായിട്ട് ആക്കിയിട്ട് ഒഴിക്കുക. ഒരു എഗ്ഗ് എടുത്ത് ബോളിൽ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കണം. അങ്ങനെ ഒഴിക്കണം കേട്ടോ. മിൽക്ക് വാമായിരിക്കണേ. എന്നിട്ട് അതിനകത്തേക്ക് ഈസ്റ്റ് ഇടുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈസ്റ്റ് ഇടുക. 2 ടീസ്പൂണാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ ഈസ്റ്റ് അതിനകത്തേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ഷുഗർ, ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരിക്കുന്ന ഷുഗർ ഇടുക. നമുക്ക് സാധാരണ ഗ്രേറ്റ് ഷുഗർ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഷുഗർ ഇടുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത്തിരി നേരം നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ കൂടെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ഞെക്കിക്കോളൂ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്നത് ഡോണറ്റാണ്, നല്ല അടിപൊളി ഡോണറ്റാണ് കേട്ടോ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന സോൾട്ട് ഇടുക. നമുക്ക് 1/2 ടീസ്പൂണാണ് പറഞ്ഞിരിക്കുന്നത്. 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നട്ട്മഗ് ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്ത് ഒരു പിഞ്ച് നട്ട്മഗ്, അല്ലെങ്കിൽ നൈഫ് ഉണ്ടെങ്കിൽ നൈഫും കൊണ്ട് ഇങ്ങനെ ചിരണ്ടി ഇട്ടാൽ മതി. ചിരണ്ടിയിട്ട് നട്ട്മഗ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്ലവർ അതിനകത്തേക്ക് ഞാൻ ഉപയോഗിച്ച സ്കെയിൽ താഴെ ഇരിപ്പുണ്ട്. എൻ്റെ സ്കെയിലിൽ നോക്കിയിട്ട് എത്രയാണ് അതിനകത്തേക്ക് അതനുസരിച്ചിട്ട് ആ ഫ്ലവർ ഇടുക. പ്ലെയിൻ ഫ്ലവറാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് പ്ലെയിൻ ഫ്ലവർ നമ്മൾ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പ്ലെയിൻ ഫ്ലവർ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു സോഫ്റ്റ് സ്റ്റിക്കി ഡോയാണ് വരുന്നത്. ഒരല്പം സ്റ്റിക്കി ആയിരിക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ മിക്സ് ചെയ്ത് വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരിക്കോളം കൂടി ഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒത്തിരി സ്റ്റിക്കി ആണെങ്കിൽ നമുക്കൊരു ഇച്ചിരിക്കയും കൂടി ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഫ്ലവർ ഇടണമെങ്കിൽ ഇടാം. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാ സൈഡും. സ്പാച്ചില ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ജസ്റ്റ് മിക്സ് വെരി വെൽ ആൻഡ് ഈച്ച് ആൻഡ് എവറി കോർണർ. നൗ നമ്മുടെ വർക്ക് ടോപ്പിലോ അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു സ്ഥലം നമ്മുടെ കിച്ചൻ്റെ വർക്ക് ടോപ്പിലേക്ക് അത് നല്ല ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അവിടേക്ക് ഇതിടുക. ദെൻ ആഡ് ദ ഡോ നമ്മുടെ ആ ഫ്ലോറിലേക്ക് ഇടുക. നെക്സ്റ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, ഇത്തിരി സ്റ്റിക്കിയാണ്. സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലോർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കി ആണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇതൊരു ടൈറ്റ് ആവും. വേണമെങ്കിൽ ഇത്തിരി ഫ്ലവർ ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ടൊരു സ്പാച്ചിലെടുത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച സ്ഥലം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കയ്യിൽ വേണമെങ്കിൽ ഒരു ഇത്തിരിക്കോളം ഓയിൽ തൊടാൻ വേണ്ടി, കൈ സ്റ്റിക്ക് ആവാതിരിക്കാൻ. അതിപ്പോൾ ഒട്ടും സ്റ്റിക്ക് ആവണില്ല. കണ്ടോ, ആദ്യം നല്ല സ്റ്റിക്കായിരുന്നു, ഒട്ടും സ്റ്റിക്ക് ആവുന്നില്ല. എന്നിട്ട് ആ ബോളിനകത്തേക്ക് ഇടുന്നതിന് മുമ്പ് ആ ബോളിൽ വേണമെങ്കിൽ ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പരട്ടിയിട്ട് ആ ബോളിലേക്ക് നല്ല ഒതുക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ. എന്നിട്ട് ക്ലിങ് ഫിലിമോ വെച്ചിട്ട് കവർ ചെയ്യുക. അല്ലെങ്കിൽ നനഞ്ഞ തുണി മേലെ ഇട്ടാലും മതി. നനഞ്ഞ തുണി. എന്നിട്ട് 1 hour ലേറ്റർ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി ആ ഡോ നല്ലോണം പൊങ്ങി. കണ്ടോ, അപ്പോൾ ഒട്ടും സ്റ്റിക്കി അല്ലാതെ
സ്റ്റിക്കിയല്ല, കണ്ടോ നമ്മുടെ കയ്യിൽ അങ്ങനെ സ്റ്റിക്കാവുന്നില്ല. എന്നിട്ടത് എടുത്ത് വർക്ക് ടോപ്പിൻ്റെ മേലേക്ക് അങ്ങനെ ഒരിത്തിരി ഫ്ലവർ സ്പ്രെഡ് ചെയ്തിട്ട് അവിടേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ നല്ല സോഫ്റ്റ് ഡോയാണ് വന്നത്. ഒരല്പം സ്റ്റിക്കി ആയിരിക്കും, ലൈറ്റ്ലി സ്റ്റിക്കി ആയിരിക്കും. അതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് പരത്തുക, ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് നമ്മളത് കറക്റ്റ് ഇങ്ങനെ നൈഫ് വെച്ചിട്ട് ഒരു 12 ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്യാവുന്നത്. ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. ജസ്റ്റ് അറൗണ്ട് ഒരു 12 പീസ്, എക്സാക്ട്ലി 12 പീസസിന് 12 ഡോണറ്റ് കിട്ടും നമുക്ക്. 4 കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ സൈഡും 3 ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളത് 12 ഡോണറ്റിനുള്ള ഇതാണ് എടുത്തത്. എന്നിട്ട് അത് നമ്മൾ ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഒരു ഇത്തിരിക്കോളം മൈദ പ്ലെയിൻ ഫ്ലവർ നമ്മളിങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ബോളാക്കി വയ്ക്കുക. റൗണ്ട് ബോളാക്കിയിട്ട് നല്ല സ്മൂത്ത് ബോളായിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ റോളിംഗ് പിൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരത്താം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പരത്താം. നല്ല സോഫ്റ്റായിട്ട് പരന്ന് വരും അത്. എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും നോസിലോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നടുക്ക് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. നോസിലോ അങ്ങനെയുള്ളത് സ്റ്റിക്കി ആവുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ ഇച്ചിരി അതിനകത്ത് മുക്കിയിട്ട് അതുകൊണ്ട് കുത്തിയാൽ മതി. അല്ലെങ്കിൽ നല്ലൊരു ലിക്കർ കുപ്പിയുടെ കവറുണ്ടാവും, ബോട്ടിലിൻ്റെ അടപ്പ്, അത് വെച്ചിട്ട് നമുക്ക് നടുവശം ഇതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടത് ഞാൻ വെച്ചിരിക്കുന്നത് ബട്ടർ പേപ്പർ, അതായത് നാട്ടിൽ ബട്ടർ പേപ്പർ എന്ന് പറയും, ഇവിടെയാണെങ്കിൽ ബേക്കിംഗ് പേപ്പർ എന്ന് പറയും. ബേക്കിംഗ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്താണ് ഇത് വെച്ചത്. എന്നിട്ടൊരു 25 to 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മീഡിയം ലെവലിൽ ഹീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ നോക്കണം. ആദ്യം ഒരു സ്മോൾ ബോൾ അതിനകത്ത് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ സ്മോൾ ബോളിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ചൂടൊക്കെ കറക്റ്റാണോ എന്താണെന്ന്. വളരെ സ്ലോ ഹീറ്റിൽ വയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളർ വന്നതാണ്. അത് കഴിഞ്ഞ് അത് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ ആ ഡോണറ്റ് നമ്മൾ ആ പേപ്പറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഓരോന്നെടുത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പറോട് കൂടി അങ്ങനെ കമ്മിറ്റി പതുക്കെ അതിനകത്ത് ഇടാം. അതല്ലെങ്കിൽ ഇത് നമുക്ക് നേരെ കൈ കൊണ്ട് തന്നെ മറ്റേ കയ്യിലേക്ക് കമിഴ്ത്തിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടു. അപ്പം നമ്മൾ നേരെ പേപ്പർ വഴിയാണ് ഇട്ടത്. ഒരു സൈഡ് ജസ്റ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ അതൊന്ന് തിരിച്ചിട്ടാവും. അധികം ചൂടുണ്ടാവരുത്. അധികം ചൂടുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുവശം വേവില്ല. ജസ്റ്റ് മേക്ക് ഷുവർ മീഡിയം ഫ്ലെയിമിൽ സ്ലോ ഹീറ്റിൽ വയ്ക്കാൻ പാടില്ല. മീഡിയം ചൂടിൽ വെച്ചിട്ട് അത് നമ്മൾ വളരെ ഇച്ചിരി സമയം എടുത്ത് സ്ലോലി ഫ്രൈ ആക്കി ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. നല്ല ഗോൾഡൻ കളർ വന്നു. ഒട്ടും ഓയിൽ പിടിക്കില്ല. അത് ഒട്ടും ഓയിൽ ഉണ്ടാവില്ല. നമ്മളത് ഫ്രൈ ചെയ്ത് മാറ്റി അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ഒരു ഗ്രില്ലോ അങ്ങനെ എന്തുണ്ടെങ്കിൽ ആ ഗ്രില്ലുമ്മേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഓയിൽ ഡ്രിപ്പായി ആ ഡ്രൈയിലേക്ക് വീണോളും. നല്ല ഗോൾഡൻ കളറ് നല്ല റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സ്മൂത്ത് പഫി ആയിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോന്ന് ആ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾ ആ പേപ്പറിൽ നിന്ന് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് കയ്യിലേക്ക് ഇട്ടിട്ടാണ് ഇടാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണൊന്ന് നമുക്ക് ഓക്കെ. എന്നിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുക. നമ്മൾ ഉറപ്പുണ്ടാവണം ഒത്തിരി ചൂട് കൂടരുത്. നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളത് എടുത്തിട്ട് കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞ ഷുഗർ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ നോർമൽ ഷുഗറിനൊക്കെ ഇത്തിരി കൂടി തരിയുള്ള ടൈപ്പായിരിക്കും. അത് കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അതിനകത്തേക്ക് നമ്മുടെ ഈ ഡോണറ്റ് ഇട്ടാം.
സോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്ലേസ് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ഗ്ലേസാണ് നമ്മൾ ജസ്റ്റ് ഷുഗർ ചെയ്യുന്ന ഒരു ഇതുകൊണ്ട്. ഒത്തിരി ഫ്ലേവർ നമുക്ക് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടുള്ളതാണ്, നമ്മൾ വീട്ടിലൊക്കെ ഒത്തിരി ഇൻഗ്രീഡിയൻസുകൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഷുഗർ വെച്ച് ഇത്രയും ഇതുകൊണ്ട് നമ്മൾ ഇതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഗ്ലേസും കൂടി ഇപ്പോൾ ഷുഗറിൻ്റെ ഒരു ഇത് ചെയ്ത് നമുക്ക് വേറൊരു ഗ്ലേസ് കൊടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത് പറഞ്ഞ 1 കപ്പ് ഐസിങ് ഷുഗർ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 3-4 സ്പൂൺ മതിയാവും. 4. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും മിൽക്ക് ഒഴിക്കുക, പാലൊഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ വനില എസൻസ്. 1 ടീസ്പൂൺ വനില എസൻസ്. അത് ക്ലിയർ ആവണില്ല, ഞാൻ ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് നൈറ്റാണ് വന്നിട്ട്, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്ന് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആവണില്ല. അത് ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി വെട്ടമൊക്കെ ചെയ്യിച്ചിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വനില എസൻസ് കൂടി ഒഴിച്ചു. എന്നിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു. ആദ്യം ഞാൻ 3 ടീസ്പൂണാണ് മിൽക്ക് ഒഴിച്ചത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒഴിച്ച് ക്രീമായിട്ടുള്ളത് ഫീൽ ചെയ്യുന്നു നമുക്ക്. എന്നാലാണ് ഒത്തിരി ആവുകയും ചെയ്യുന്നത്. ഒത്തിരി ആയി കഴിയുമ്പോൾ അതിൽ നിന്നാണ് ഒഴുകി പോവല്ല, ഒത്തിരി ഡിപ്പായിട്ടുള്ള ഒരു ക്രീം പോലെ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഡോണറ്റിൻ്റെ ഒരു സൈഡ് പിടിച്ചിട്ട് മറ്റേ സൈഡ് അതിനകത്തേക്ക് വെച്ചിട്ട് 1-2 പ്രാവശ്യം ഇങ്ങനെ പതുക്കെ ആക്കിയിട്ട് തിരിച്ച് നമ്മൾ ഒരു ഗ്രില്ലിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് കോക്കനട്ട്, ഡ്രൈ കോക്കനട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. നിങ്ങൾ വാച്ച് ചെയ്തതിന് താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.